ജാനിയുടെ ഓരോ അണുവിലും വിഷ്ണുവിന്റെ ചുംബനങ്ങൾ പതിഞ്ഞു. ഇതുവരെ അറിയാത്ത പല രുചികളും അവൻ അവളിൽ തേടി. അവന്റെ ചുംബനത്തിലും തലോടലിലും അവളിലെ പെണ്ണിനെ പൂർണ്ണമായി പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. കടിഞ്ഞാൻ പൊട്ടിയ പട്ടം പോലെ അവൾ പറന്നുയർന്നു. ആ റൂമിൽ അവളുടെ ശീൽക്കാരങ്ങൾ അലയടിച്ചു. ഇതുവരെ അറിയാത്ത പല വികാരങ്ങളും തന്നിലേക്ക് വരുന്നതും ശരീരം മറ്റെന്തൊക്കെയോ കൊതിക്കുന്നതും അവൾ അറിയുന്നുണ്ട്. അതിനെന്നോണം അവനെ മുറുകെ പുണർന്നു. എനിക്ക് വേദനിക്കുന്നു. അവളുടെ മൃദുലതയെ തഴുകുമ്പോൾ വികാരത്തിന് പുറമെ വേദനയും അവളിൽ മുന്നിട്ട് നിന്നു. ഒന്നുമില്ലടാ, കഴിഞ്ഞു. ചെവിയോരം നിശബ്ദമായി അവൻ അവളെ ചുംബിച്ചു. കുറച്ചു നേരത്തെ വേദനകൾക്കൊടുവിൽ ഒരു പെരുമഴയായി അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. അതിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിയർപ്പിൽ കുതിർന്നവൻ അവളിൽ നിന്ന് പതുക്കെ മാറി ബെഡിലേക്ക് കിടന്നു. അവളും നന്നേ ക്ഷീണിച്ചിരുന്നു. തൽക്ഷണം അവൻ അവളെ പൊതിയുകയും ചെയ്തു. എന്നും കൂടെയുണ്ടാകുമെന്ന പോൽ. അവസാനമായി അവളുടെ നെറുകയിൽ നൽകിയ ചുംബനം മതിയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന വേദന ശമിപ്പിക്കുവാൻ. അവളും അവനെ ആഞ്ഞു പുണർന്നു. എപ്പോഴൊക്കെയോ പുറത്തു പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അവരുടെ സംഗമത്തിന് കുളിരേകി. എന്നും എഴുന്നേറ്റ് താഴേക്ക് വരാറുള്ള സമയമായിട്ടും ജാനിയെ കാണാത്തതുകൊണ്ട് രേവതിക്ക് സംശയമായി. ഒന്ന് രണ്ടു പ്രാവശ്യം ചെയ്യുന്ന ജോലി നിർത്തിവെച്ച് ഹാളിലേക്ക് വന്ന് മുകളിലേക്ക് നോക്കിപ്പോകും. എന്താ പറ്റിയ കുട്ടിക്ക്? ഇനി വല്ല വയ്യായികയും? വീണ്ടും അടുക്കള ജോലിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് രേവതി ഓരോന്ന് മനസ്സിൽ നനച്ചു. എന്താ ഭാര്യേ, ഒരാലോചന? ദേവേട്ടൻ എഴുന്നേറ്റോ? പുറകിൽ നിന്ന് ശബ്ദം കേട്ടപാടെ രേവതി തിരിഞ്ഞു നോക്കി. ദാ ചായ. ദേവനെ കണ്ടയുടനെ ചെയ്യുന്ന പണി നിർത്തിവെച്ച് ഫ്ലാസ്കിൽ നിന്ന് ചായ ഒരു കപ്പിലേക്ക് പകർന്ന് ദേവന് നീട്ടി. ജാനി എവിടെ? തനിക്ക് നേരെ നീട്ടിയ ചായക്കപ്പ് വാങ്ങിച്ചുകൊണ്ട് ദേവൻ അടുക്കളയിൽ ചുറ്റും നോക്കി. അല്ലെങ്കിൽ രേവതിയെക്കാളും മുൻപേ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്നതാണ്. അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നുണ്ടായിരുന്നത്. ഇത്രയും നേരമൊന്നും കുട്ടി ഉറങ്ങാറില്ല. അതിന് വയ്യായികയുണ്ടോ ആവോ? ഞാനൊന്ന് പോയി വിളിച്ചാലോ? തന്റെ മനസ്സിലെ നീറ്റൽ രേവതി ദേവന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. വേണ്ട, ഇന്നലെ നേരം വൈകി കിടന്നതല്ലേ, ക്ഷീണമുണ്ടാകും. കൂടെ അവനുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നോക്കിക്കോളും. അലസമായി പറഞ്ഞുകൊണ്ട് ദേവൻ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. ദേവേട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് രേവതിയും കരുതി. എല്ലാം കലങ്ങിത്തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ തന്നെ അവളുടെ കാര്യം നോക്കിക്കോളും. കൂടുതൽ ആരും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ദീർഘശ്വാസം വിട്ടു രേവതി വീണ്ടും ജോലിയിലേക്ക് കടന്നു. ഇതേ സമയം പൂർണ്ണ നഗ്നതയോടെ രണ്ടുപേരും പുണർന്ന് സുഖമായി ഉറങ്ങുകയാണ്. സൂര്യവെളിച്ചം ജനലിലൂടെ അരിച്ച് തങ്ങളെ പൊതിഞ്ഞപ്പോഴാണ് ജാനി പതിയെ ഉറക്കം വിട്ട് കണ്ണ് തുറന്നത്. പുറത്ത് വെളിച്ചം കണ്ടതും പെണ്ണ് ചടപടാന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോഴാണ് താൻ വിവസ്ത്രയായിരിക്കുന്നത് അവൾ അറിഞ്ഞത്. പെടുന്നനെ ബെഡ്ഷീറ്റ് കൊണ്ട് അവൾ ദേഹം മറച്ചു. അവൾക്ക് കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ നാണമോ പരവേശമോ എന്തൊക്കെയോ തോന്നി. അവന്റെ നെറുകയിൽ പതിഞ്ഞൊരു ചുംബനം നൽകി അവൾ ബെഡ്ഷീറ്റും മറച്ചുപിടിച്ച് വാഷ്റൂമിലേക്ക് പോയി. കുളിച്ചു വന്ന് സമയം നോക്കുമ്പോഴാണ് 8 മണി കാണുന്നത്. എന്റെ കൃഷ്ണ, ഇത്രയും നേരമായോ? നെഞ്ചിൽ കൈവച്ചു പറഞ്ഞുകൊണ്ട് വേഗം ചെപ്പിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരം നെറുകയിൽ ചാർത്തി മുടി കുളിപ്പിന്നലിട്ടു വാതിലും തുറന്നു വേഗം താഴേക്കിറങ്ങി. അടുക്കളയിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ടു അമ്മ തിരക്കിട്ട് പണിയെടുക്കുന്നത്. അവൾക്കെന്തോ വല്ലാതെയായിപ്പോയി. അറിയുന്ന പ്രായം തൊട്ട് ഇതുവരെ ഇത്രയും നേരം വൈകി എഴുന്നേറ്റിട്ടില്ല. അവൾക്കെന്തോ ചടപ്പ് തോന്നി. അമ്മേ. ആ, മോള് വന്നുവോ? ഞാൻ പേടിച്ചുപോയി. മോൾക്ക് വല്ല വയ്യായികയുമാണോന്ന് കരുതി. ജാനിയെ കണ്ടതും നിറഞ്ഞ സ്നേഹത്തോടെ രേവതി അവളുടെ അടുത്തേക്ക് വന്നു. സോറി അമ്മേ, ഞാൻ ഉറങ്ങിപ്പോയി. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? അയ്യേ, ഇതിനൊക്കെ എന്തിനാ സോറി പറയുന്നത്? അല്ലെങ്കിലും അമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ. മോള് ചായ കുടിക്ക്. പറയുന്നതിനോടൊപ്പം ഫ്ലാസ്കിൽ നിന്ന് രേവതി ചായ അവൾക്ക് പകർന്നു നൽകി. രേവതിയുടെ മുഖത്ത് നിറഞ്ഞ സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് അതുവരെ തോന്നിയ ചടപ്പെല്ലാം മാറി. പിന്നെ രേവതി നീട്ടിയ ചായയും വാങ്ങി കുടിച്ച് അവളും രേവതിയോടൊപ്പം അടുക്കളയിലേക്ക് കയറി. കണ്ണൻ എഴുന്നേറ്റില്ലേ ജാനി? ഭക്ഷണമേശയിൽ എല്ലാവരും ചുറ്റുമിരിക്കുകയാണ്. വിഷ്ണുവിനെ മാത്രം അവിടെ കാണാത്തത് കണ്ട് അഭി ജാനിയോട് ചോദിച്ചു. ഞാൻ നോക്കിയില്ല അഭിയേട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അവന് മറുപടി നൽകി. അവൾക്ക് എന്തോ വിഷ്ണുവിന്റെ നേർക്ക് പോകാൻ പോലും തോന്നുന്നില്ല. കഴിഞ്ഞ രാത്രി ഓർക്കുമ്പോൾ സ്വയം നാണത്തിൽ പൊതിയുന്നത് അവൾ അറിയുന്നുണ്ട്. ദേ അവൻ വന്നല്ലോ. രേവതി പറഞ്ഞതും പെടുന്നനെ ജാനി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ നോക്കി. പെട്ടെന്ന് വിഷ്ണുവിനെ കണ്ടതും കുറച്ചു നേരത്തേക്ക് ശാന്തമായിരുന്ന മനസ്സ് പിടയ്ക്കുന്നത് അവൾ അറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ പ്രണയസല്ലാപം ഓർത്തപ്പോൾ അവൾക്ക് നാണമാകുന്നുണ്ട്. വിഷ്ണുവിനെ നോക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. തലയും താഴ്ത്തി അവൾ ഒരു വശത്തേക്കിരുന്നു. ഇതേ സമയം വിഷ്ണുവും കാണുകയാണ് തന്നെയൊന്ന് നോക്കിക്കൊണ്ട് നാണത്തോടെ പതുങ്ങിയിരിക്കുന്നവളെ. അവന്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു.
അവൻ ജാനിയുടെ തൊട്ടരികിലുള്ള കസേരയിലേക്ക് പോയിരുന്നു. തൻ്റെ അടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവളൊന്നു പിടഞ്ഞു. താൻ അറിയാതെ തന്നിൽ വരുന്ന മാറ്റങ്ങൾ അവൾ അറിയുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവളെക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ അവളുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്ന വിഷ്ണുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയാണ്. അവളിൽ വരുന്ന മാറ്റങ്ങൾ പോലും അവൻ മനസ്സിലാക്കുന്നുണ്ട്. നീ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ കണ്ണാ? ഹോട്ട് ബോക്സിൽ നിന്നും ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കുന്നതിനിടെ ദേവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് വേറെ ഒരിടത്തു പോകണം. ജാനയിൽ നിന്ന് നോട്ടം മാറ്റി അച്ഛനോട് അവൻ മറുപടി നൽകി. എന്നാൽ എന്നെ ഒന്ന് ടൗൺ വരെ ആക്കുമോ ഏട്ടാ? എൻ്റെ ബൈക്കിന് എന്തോ മിസ്സിങ്. മനു ആണ്. ഇല്ലടാ, ഞങ്ങൾ ആ റൂട്ടല്ല. ഞങ്ങളോ? വിഷ്ണു അങ്ങനെ പറഞ്ഞതും രേവതിക്ക് സംശയമായി. ആ, ഞാനും ജാനിയും. ഇടങ്ങണ്ണാലെ നുള്ളിപ്പറുക്കിയിരിക്കുന്നവളെ പാളി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. വിഷ്ണു പറഞ്ഞതും സ്പോട്ടിൽ പെണ്ണിൻ്റെ നെറുകയിൽ എരിവ് കയറിയതും ഒരുമിച്ചായിരുന്നു. അയ്യോ മോളെ! കുത്തിച്ചുമയ്ക്കുന്ന ജാനിയുടെ അടുത്തേക്ക് രേവതി കഴിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് തലയിൽ കൊട്ടിക്കൊടുത്തു. വെള്ളം കുടിക്കും മോളെ. ദേവൻ വേഗം ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അവൾക്ക് നേരെ നീട്ടി. ചുമ അടങ്ങിയതും അവൾ ദേവൻ നീട്ടിയ വെള്ളം വാങ്ങി കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ആശ്വാസം തോന്നിയതും തൻ്റെ അരികിലിരിക്കുന്നവനെ അവൾ പാളി നോക്കി. കുസൃതിച്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുകയാണ് ആളെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഓക്കെ ആയോ മോളെ? ജാനിയുടെ തലയിൽ തഴുകിക്കൊണ്ട് രേവതി ചോദിച്ചു. ആ അമ്മേ. അവൾ വിഷ്ണുവിൽ നിന്ന് നോട്ടം മാറ്റി രേവതിയെ നോക്കി. മുഴുവനും കഴിക്ക്. കറിക്ക് കുറച്ച് എരിവ് കൂടിപ്പോയി. ജാനിയുടെ അടുത്ത് നിന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രേവതി സ്വയം പറയുകയാണ്. അത് കേട്ടതും ജാനിക്ക് വല്ലാതെ തോന്നി. കറിക്ക് എരിവ് കൂടിയത് കൊണ്ടല്ല, പെട്ടെന്ന് കേട്ട വാർത്തയിലാണ് തനിക്ക് നെറുകയിൽ കയറിയത് എന്ന് പെണ്ണിന് പറയാൻ കഴിയില്ലല്ലോ. എങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒളിക്കാൻ നോക്കുന്നുവോ, എന്നാൽ 10 മടങ്ങ് അദ്ദേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണെന്ന് അവൾ ഓർത്തു. എന്നാൽ ഈ രംഗങ്ങളൊക്കെ കണ്ട് അഭിയും മനുവും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും കള്ളനോട്ടങ്ങളും ആരും കാണാതെയുള്ള കുസൃതിച്ചിരിയും ജാനിയുടെ ഒഴിഞ്ഞുപോക്കും എല്ലാം രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അഭി വിഷ്ണുവിനെ കളിയാക്കുന്ന രീതിയിൽ നോക്കുവാനും മറന്നില്ല. അതിന് ഒറ്റ കണ്ണടച്ച് മറുപടി നൽകുകയാണ് വിഷ്ണു ചെയ്തത്. ആ റെഡ് ചുരിദാർ ഇടുമോ? പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ധൃതിയിൽ ഒരുങ്ങുകയായിരുന്ന ജാനിയുടെ അടുത്തേക്ക് വിഷ്ണു വന്നു. ഇതുപോരെ? താൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു. ഇത് കുഴപ്പമില്ല, എന്നാലും ആ റെഡ് ചുരിദാർ ഇടുമോ? അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. അവൻ്റെ ആഗ്രഹം പോലെ ആകട്ടെ എന്ന് അവളും കരുതി. കബോർഡ് തുറന്ന് അതിൽ നിന്ന് റെഡ് കളർ ചുരിദാർ എടുത്ത് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ചുരിദാറും ധരിച്ച് അവൾ പുറത്തേക്ക് വന്നു. തനിക്ക് ഈ കളർ നന്നായി ചേരുന്നുണ്ട്, ഒന്നും കൂടി ഭംഗിയുള്ളതുപോലെ. അവളെ കാത്തിരുന്ന പോലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നോട്ടം പായിച്ചവൻ ഡോറും തുറന്നു വന്നവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് വശ്യമായ ഭാവത്തോടെ പറഞ്ഞു. കണ്ണാടിയിലേക്ക് നോക്കി. നമ്മൾ എവിടേക്കാ കണ്ണേട്ടാ പോകുന്നത്? ഒരുങ്ങി നിന്നവൾ അവളുടെ മനസ്സിലെ സംശയം ചോദിച്ചു. സർപ്രൈസ്. കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്നവൻ അവൾക്ക് നേരെ നോട്ടം പായിച്ച് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. സർപ്രൈസ്? എന്നോട് പറയുന്നേ. അവൾ കെഞ്ചുന്നത് പോലെ അവൻ്റെ പിറകിലായി വന്നു നിന്നു. സർപ്രൈസ് എന്നാൽ സർപ്രൈസ്. അത് പറഞ്ഞാൽ എങ്ങനെ സർപ്രൈസ് ആകും? ചീകുന്ന ചീപ്പ് ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നവൻ പറയുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൻ തൻ്റെ നേർക്ക് തിരിഞ്ഞതും തൻ്റെ അടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞതും പെണ്ണ് വല്ലാതെയായി. കുറച്ചു നേരത്തേക്ക് മറന്നിരുന്ന രാത്രിയുടെ പ്രണയസല്ലാപങ്ങൾ അവളുടെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നു. പെടുന്നനെ നാണം വന്ന് മൂടിയതും അത് അറിഞ്ഞിരുന്നപ്പോൾ അവളുടെ മുഖം ചുവന്നു വന്നു. ഇതേസമയം അവളുടെ ഓരോ മാറ്റങ്ങളും സസൂക്ഷ്മം നോക്കിക്കാണുകയാണ് വിഷ്ണു. നാണം കുടുങ്ങിയ മുഖവും ചുവന്നു തൊടുത്തിരിക്കുന്ന കവിളുകളും അവൻ അവളെ കടിച്ചു തിന്നാൻ തോന്നി. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവളുടെ കൈകളിൽ പിടിച്ചു തന്നിലേക്ക് അവളെ വലിച്ചടിപ്പിച്ചു. അവളുടെ റോസ് തളർന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ അധരങ്ങൾ ആഴത്തിൽ പതിച്ചു. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവനിൽ നിന്ന് കുതറി മാറുവാൻ അവൾ നോക്കുന്നുണ്ടെങ്കിലും ചുംബനത്തിൻ്റെ ലഹരി അവളെ പതിയെ അവനിലേക്ക് അടുപ്പിച്ചു. രണ്ടുപേരും പരസ്പരം പുണർന്നു ചുംബിച്ചു. മറ്റു വികാരങ്ങൾ അവരിലേക്ക് കടന്നു വന്നതും വിഷ്ണു പതിയെ അവളുടെ ചുണ്ടുകൾ വേർപെടുത്തി. റോസ് തളർന്ന ചുണ്ടുകൾ ചോരയോടെ തുടുത്തു വന്നത് അവൻ കൗതുകത്തോടെ നോക്കി. ഒപ്പം അവളുടെ കണ്ണിൽ കാണുന്ന പ്രണയവും കാമവും എല്ലാം അവൻ നോക്കി ആസ്വദിച്ചു. ബാക്കി രാത്രി. കവിളിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ചുകൊണ്ട് ചെവിയോരം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. ആ സമയവും പെണ്ണിൻ്റെ നാണം ആ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അവനിൽ നിന്ന് അത് മറയ്ക്കുവാൻ അവൾ ശ്രമിക്കുന്നുമുണ്ട്. അത് കണ്ടെന്ന പോലെ അവൻ അവളിൽ നിന്ന് തിരിഞ്ഞു നടന്നു.
താഴെ ഉണ്ടാകും, റെഡിയായി വാ. വാതിൽ തുറക്കുന്നതിന് മുമ്പ് അവളെ നോക്കി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. അല്പസമയമെടുത്തു അവൾ പ്രണയത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ. അവൻ്റെ പ്രണയസല്ലാപങ്ങൾ അവളിലെ പെണ്ണിനെ അത്രയും ഉണർത്തിയിരുന്നു. യാത്രക്കിടയിൽ രണ്ടുപേരും നിശബ്ദമായിരുന്നു. പോകുന്നത് എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഒന്നും ജാനിക്ക് അറിയുമായിരുന്നില്ല. വിഷ്ണുവിനോട് ചോദിക്കണമെന്നുണ്ട് അവൾക്ക്. പക്ഷേ രാവിലെ അവൻ പറഞ്ഞതാണ് അവളുടെ മനസ്സിൽ. സർപ്രൈസ്. എന്ത് സർപ്രൈസ് ആയിരിക്കും തനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാകുക? ആകാംക്ഷയുണ്ട് അറിയുവാൻ. എങ്ങനെ ചോദിക്കും? ഡ്രൈവ് ചെയ്യുന്നവനെ അവൾ പാളി നോക്കിക്കൊണ്ട് ചിന്തയിലായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടി ഭാര്യയെ. സംശയം നിറഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. സർപ്രൈസ് പറയണ്ടേ? എവിടെയാണെന്നെങ്കിലും? പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ഒരിക്കൽ കൂടി അവനോട് ചോദിച്ചു. സ്ഥലം തന്നെയാണല്ലോ സർപ്രൈസ്. ദേ ഇപ്പോൾ എത്തും. ഒരിക്കൽ കൂടി അവളുടെ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറി അവൻ ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ. അല്പസമയത്തെ ഡ്രൈവിങ്ങിന് ശേഷം അവൻ മെയിൻ റോഡിൽ നിന്ന് ചെറു റോഡിലേക്ക് കാർ തിരിച്ചു. പോകുന്ന വഴികളെല്ലാം കാണുകയായിരുന്നു ജാനി. ജനിച്ചതു മുതൽ ഈ നാട്ടിലുണ്ടായിട്ടും ഈ സ്ഥലങ്ങളൊന്നും താൻ കണ്ടിട്ടില്ലല്ലോ എന്നോർത്ത് അവൾക്ക് അതിശയമായിപ്പോയി. അല്ലെങ്കിലും ആ 4 ചുവരുകൾ ആയിരുന്നല്ലോ തൻ്റെ ലോകം. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വീണ്ടും അവൾ പഴയ ജാനിയായി മാറി. കണ്ണീർ മാത്രം കൂട്ടുപിടിച്ച ജാനി. എന്നും വേദനയുള്ള ഓർമ്മകളുടെ കൂടാരമായ ജാനി. പരിഹാസങ്ങളും അപമാനക്ഷതങ്ങളും ഏറ്റുവാങ്ങിയ ജാനി. അത്രയും നേരം സന്തോഷിച്ചിരുന്ന മനസ്സ് പെടുന്നനെ കാർമേഘം വന്നു മൂടാൻ പഴയ ഓർമ്മകൾ തന്നെ മതിയായിരുന്നു അവൾക്ക്. ഇറങ്ങുന്നില്ലേ? വിഷ്ണുവിൻ്റെ ശബ്ദമാണ് അവളെ പഴയ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. അവൾ ചുറ്റും നോക്കി. കാർ വന്നു നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുന്നിലാണ്. ഇവിടെ എത്തിയതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല. കുറച്ചു നേരത്തേക്കെങ്കിലും തൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും എന്നും മനസ്സിൻ്റെ മുന്നിൽ വരിക. എത്ര തന്നെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് തങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അല്പസമയം കഴിഞ്ഞ് നെടുവീർപ്പോടെ അവൾ വിഷ്ണുവിനെ നോക്കി. ഇതെവിടെയാ? വിഷ്ണുവിനോട് ചോദിച്ചുകൊണ്ട് മുന്നിലുള്ള കോട്ടേജിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തി. താൻ ഇറങ്ങി വാ. കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും അവളുടെ കണ്ണുകൾ ആ കോട്ടേജിന് ചുറ്റുമായിരുന്നു. കോട്ടേജാണെന്ന് പറയില്ല, എന്നാൽ വീടുമല്ല. ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും അവളുടെ കണ്ണുകൾ ചെന്നെത്തി. ഒപ്പം വാതിലിൻ്റെ മുൻവശത്ത് എഴുതിയിരിക്കുന്ന പേരിലേക്കും. ജാനകി. ആ പേരിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ആ വീടിൻ്റെ വാതിൽ തുറന്നത്. പെട്ടെന്ന് ജാനിയുടെ ശ്രദ്ധ ആ വാതിലിലേക്ക് ചെന്നു. വാതിലും തുറന്നു വരുന്നയാളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ നിന്നിടത്ത് നിന്ന് മുന്നോട്ടേക്ക് നടന്നു. മീരേച്ചി. അവൾ മീരയെ പുണർന്നു. മോള് വരുമെന്ന് വിഷ്ണു പറഞ്ഞിരുന്നു. പുണർന്നിരിക്കുന്നവളുടെ തലയിൽ തഴുകിക്കൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ മീര പറഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മാനസയും ആദിയും പുറത്തേക്ക് വന്നു. ഒപ്പം അവരുടെ കൂടെ അവരുടെ പ്രായത്തിലുള്ള 2-3 കുട്ടികളും. അവരെ കണ്ടതും മീരയിൽ നിന്ന് ജാനി അടർന്നു മാറി സംശയത്തോടെ മാനസയെയും ആദിയെയും മാറി മാറി അവൾ നോക്കി. സംശയങ്ങൾ ഒരുപാടുണ്ടാകും എൻ്റെ ഭാര്യയ്ക്ക്. സംശയങ്ങളെല്ലാം തീർത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. വിഷ്ണു അകത്തേക്ക് വന്ന് ജാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. 2 പേരും വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി വാ. മീര ജാനിയോടും വിഷ്ണുവിനോടും പറഞ്ഞ് അകത്തേക്ക് നടന്നു. ഒപ്പം മറ്റുള്ളവരും. മീരേച്ചി. അകത്തെത്തിയതും മീരയെ ജാനി വിളിച്ചു. ഈ കാണുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹം ജാനിയെ വീർപ്പ് മുട്ടിച്ചു. താൻ അറിയാത്ത പലതുമുണ്ട്. എല്ലാവരും തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെച്ചു. എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. പറയാം മോളെ. അതിനും കൂടി തന്നെയാണ് മോളെയും കൂട്ടി വിഷ്ണു ഇവിടേക്ക് വന്നത്. ജാനിയോട് പറയുന്നതിനോടൊപ്പം അവളുടെ അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനെയും മീര നോക്കി. ആദ്യം ജ്യൂസ് കുടിക്ക്, അതിനുശേഷം സംസാരിക്കാം. അപ്പോഴേക്കും മാനസ ട്രേയിൽ ജ്യൂസുമായി ഹാളിലേക്ക് വന്നു.